ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല, അതിനൊരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നും ഒക്കെ ഇങ്ങനെ ഇടാതെ ആകുമ്പോൾ പിന്നെ അങ്ങനെ നമ്മളെ വാച്ചവറൊക്കെ കുറയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഇടുക കേട്ടോ. അപ്പം അത്രയും നമുക്ക് വിഷമമുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായി നമ്മളെ ജീവിതത്തിലൊക്കെ. നമ്മളെ മാമൻ്റെ മോനും ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, എടപ്പാൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണേ നമ്മളെ ദീപ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലൊക്കെ ഉണ്ട്. അവളിപ്പോൾ എല്ലാവരുടെ വീഡിയോയും കണ്ടിട്ട് കമൻ്റ് ഇടും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവളെ ഹസ്ബൻഡ് അറ്റാക്ക് വന്നിട്ട് 53 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നായിരുന്നു ഇപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വിഷമം കേട്ടോ നമുക്ക് അവിടെ എന്താ പറയുക, സങ്കടം കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരവസ്ഥ ചെയ്യുന്നിട്ടാ. ചെറിയ മക്കളാണ്, മോള് 9 ആയിട്ടുള്ളൂ. ഇപ്പോൾ ബികോം BSc നേഴ്സിങ്ങിന് കഴിഞ്ഞ പ്രാവശ്യം ചേർത്തിട്ടുള്ളൂ. മക്കളൊന്നും എവിടെയൊന്നും എത്തിയിട്ടൊന്നുമില്ല. ദൈവം വിളിക്കുമ്പോൾ മക്കൾക്ക് പോകണ്ടല്ലേ. അപ്പം നമ്മളെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോകാം. എന്തൊക്കെയാണ് വീഡിയോയിൽ എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. 2 ദിവസമായി ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെ ഒരു ചക്കണ്ട് വീഴുമ്പോൾ അതിൻ്റെ അടിയിലുള്ള 2, 3, 4, 5 ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് വീഴുക കേട്ടോ. അപ്പം അങ്ങനെ രാവിലെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോഴാണ് ഒരു 5 കിടക്കുന്നതാണ്. അപ്പം അതിൽ ഒരെണ്ണം നല്ല ഫ്രഷ് ചക്ക കേട്ടോ, നമുക്ക് എലിശ്ശേരിക്കൊക്കെ പറ്റിയ ചക്കയാണ്. അപ്പം നമ്മൾ ചേച്ചി ഉണ്ടല്ലോ ഇവിടെ, അവൾക്ക് ഭയങ്കര കുറേ ദിവസമായി പറയുന്നത് എലിശ്ശേരി വെക്കായിരുന്നു എന്നൊക്കെ. അപ്പോൾ നല്ല ഫ്രഷ് ചക്ക കിട്ടിയപ്പോൾ ഇനിയൊന്നും അങ്ങോട്ട് അടുപ്പിച്ചില്ല കേട്ടാ. മൂപ്പരെന്നൊക്കെ വെട്ടി പൊളിച്ച്, നമ്മളെന്ന് പറഞ്ഞാൽ എവിടെ ഇരുന്നിട്ടാണ് വെട്ടി പൊളിക്കുന്നു വെച്ചെങ്കിൽ അവിടെ ഇരുന്ന് ചവളെടുക്കും, കുരു റെഡിയാക്കും, ആ ചപ്പും ചമ്മലിൽ ഇരുന്നിട്ടൊക്കെ റെഡിയാക്കും. ചേച്ചി വെട്ടിപ്പൊളിച്ച് ഒരു സ്ഥലത്ത് വെച്ച് വെട്ടിപ്പൊളിച്ച് വേറൊരു സ്ഥലത്തേക്ക് ഇരുന്നിട്ട് ചുള പറിച്ച് എന്നിട്ട് ആ ചുള വേറൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് ആ കുരു ഇതൊക്കെ റെഡിയാക്കി വൃത്തിയാക്കിയതിട്ടാ. അപ്പം മൂപ്പര് ഇതൊന്നും അറിയണില്ല കേട്ടാ, ഞാനിപ്പോൾ വീഡിയോ എടുക്കണമെന്നും. അപ്പം ഇന്ന് മുരിങ്ങയില കറി വെക്കാൻ വെച്ചിട്ടായിരുന്നു, മീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതിനുള്ള പരിപ്പൊക്കെ വേവിച്ചിട്ടപ്പോൾ കണ്ട് ഏട്ടൻ മത്തി കൊണ്ടിരുന്നു, നല്ല വലിയ മത്തി കേട്ടോ. അപ്പോൾ അത് പച്ചത്തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിന്നെ എരിശ്ശേരിയും 2 നാളികേരം അരച്ചിട്ട് പിന്നെ 2 കറി, പിന്നെ ഒരു മുരിങ്ങയില കറി, 3 കറി വേണ്ടല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് പരിപ്പുണ്ട് എടുത്തിട്ട് മോന് മാത്രം ഒരു ലേശ കറി, മോന് മാത്രം മുരിങ്ങയില വെച്ചു കേട്ടാ. എലിശ്ശേരി മത്തിയൊന്നും ഇപ്പോൾ മോൻ കഴിക്കില്ല കേട്ടാ. അപ്പോൾ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കിട്ടാ. അപ്പോൾ പൂച്ചകളൊക്കെ വിറ്റത്ത് നിന്നിട്ടൊക്കെ കരയുണ്ട്. അപ്പോൾ വടിയൊക്കെ കൊടുത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടാ. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു വീഡിയോ എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആരെ മോനാണ് ആ പോട്ടാ പിടിച്ചത് ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എടുക്കാത്തൊരു വീഡിയോ എന്താണ്, അപ്പം നമ്മളെ ചിന്നൂൻ്റെ മകളാട്ടാ തക്കുടു. നല്ല ഇഷ്ടമാട്ടോ ജോലിക്ക്, അതിനെ എന്താ നല്ല സ്നേഹമാണ്. ജോലിയുടെ അടുത്തൊക്കെ ഇങ്ങനെ പറ്റി കൂടിയിട്ട് വന്ന് കിടക്കൂട്ടാ. പക്ഷേ ജോലി കഴിക്കാൻ പോയാൽ ജോലിയുടെ സ്വഭാവം മാറൂട്ടാ. ബാക്കിയുള്ള പുന്നാരങ്ങളൊക്കെ ഓള് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുമില്ല ഇത് ആരെ, ഒന്നൊരിക്കലേ മോനാവും അല്ലെങ്കിൽ ഏട്ടനായിട്ടാവും ഫോണിരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു കളിയാണ് കേട്ടത്. രാവിലെ വന്നാൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെടിയുടെ ഉള്ളിലൊക്കെ പോയി കിടന്നുറങ്ങും. ഉച്ചയ്ക്കൊക്കെ ജോലിക്കുള്ള ചോറൊക്കെ ആയിട്ട് വന്നപ്പോഴാവും ഇപ്പോൾ എല്ലാം എണീച്ചൊരു ഇത്തിരിയേ വേണ്ടു കേട്ടാ കഴിക്കുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. നമുക്ക് വോയിസ് കൊടുക്കാനൊന്നും ഒരു വലിയൊരു മൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. അധികം ശബ്ദവും ഇല്ല, നമ്മളെ ശബ്ദമൊക്കെ പോയി. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടാ. അങ്ങനെ കറിയൊക്കെ പച്ച നാളികേരമൊക്കെ അരച്ചിട്ട് ഒക്കെ ഒന്ന് കലക്കി വയ്ക്കുകയാണ് കേട്ടോ. അടുപ്പത്ത് ചോറൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്താണ്ട് കൊണ്ടാക്കിയാലോ വെച്ചിട്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചിട്ടെങ്കിൽ പിന്നെ ഞാനങ്ങോട്ട് മാറ്റി ചൂടാറിയിട്ട് ഫ്രിഡ്ജിലേക്കാണ്ട് വെക്കാൻ വെച്ചിട്ട് എല്ലാം കൂടി ഒന്നാകെ വേണ്ടല്ലോ.
അപ്പോൾ ആ മിളകും വെള്ളത്തിൽ ബാക്കി ആയിക്കൂടെ നമ്മളെ ചക്കരശ്ശേരിക്ക് ഉള്ള കൂട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ അടുപ്പത്ത് തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അത് എന്താ പറയണ്ടത് ഏതാ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയണില്ല കേട്ടാ കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടാ. ഞാൻ ഒരു മ്യൂസിക് ഇടുക, എനിക്ക് കൂടുതലേക്കൊന്നും പറയാൻ പറ്റണില്ല, 2 സെക്കൻഡ് കഴിയണം. ഓക്കെ.